ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇതെന്താന്ന് മനസ്സിലായോ? ഇത് മീൻകറി ഒന്നും അല്ല കേട്ടോ. ഇത് മുട്ടക്കറിയാണേ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ ഡിന്നറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനും നല്ലതാണേ. ഭയങ്കര ടേസ്റ്റിയാണ്. ഉണ്ടാക്കാനാണെങ്കിൽ സിമ്പിളാണ്. പിന്നെ തേങ്ങ ഒന്നും ചേർക്കാതെ തന്നെ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയുള്ളൊരു കറിയുമാണ് കേട്ടോ. അപ്പോഴേ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാൻ വായോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മസാല ഒന്ന് റെഡിയാക്കി അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 ടേബിൾ സ്പൂണോളം കുരുമുളകൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം പട്ട ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറുതല്ല, ഒരു മീഡിയം സൈസ് വലുപ്പം കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5-6 കാഷ്നട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഒരു സവാള ഇതുപോലെ അത്യാവശ്യം വലുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തോളൂ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം എടുത്തൊന്ന് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി അത്യാവശ്യം വലിയ തക്കാളിയാണ് കേട്ടോ ചേർത്തിരുന്നത്. ഇതിനി നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനൊരല്പം വെള്ളവും കൂടെ ചേർത്താണ് കേട്ടോ ഇത് അരച്ചത്. അതാണ് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 4 മുട്ട ഞാനൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ടയൊക്കെ നിങ്ങളുടെ പാകത്തിന് എടുക്കാം കേട്ടോ. അപ്പോൾ എത്ര ആളുണ്ടെന്ന് അനുസരിച്ചിട്ട് ഇപ്പോൾ 4 പേരാണെങ്കിൽ 4 മുട്ട എടുത്തോളൂ. ഇനി ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കറിവേപ്പിലയോ മല്ലിയിലയൊക്കെ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവേ. ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവേ. ഇപ്പോൾ അതാണ്ട് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതാണ്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ഓംലെറ്റ്സുകൾ ഉണ്ടാക്കി എടുക്കാവേ. അപ്പം ആദ്യം കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് എണ്ണ ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് ഇങ്ങനെ മുട്ട ഒഴിച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും അതിൻ്റെ എഡ്ജസ് ഒക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് മടക്കി മടക്കി കൊടുക്കണേ. അപ്പോഴിങ്ങനെ മടക്കി മടക്കി എടുക്കുമ്പോഴേക്കും വലിയ ഒരു മുട്ടയൊക്കെ കുറച്ച് കട്ടിയോടെ ഇരിക്കും കേട്ടോ, കുറച്ച് ഫ്ലഫി ആയിട്ട് ഇരിക്കുവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ വെന്ത് വരുമ്പോഴേക്കും ഇങ്ങനെ മടക്കി മടക്കി എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ മടക്കി എടുത്തപ്പോൾ ഈ ഒരു ഷേപ്പാണ് കിട്ടിയത്. ഷേപ്പ് ഒന്നും കാര്യമാക്കണ്ട, അപ്പോൾ ഒന്ന് കട്ടിയോടെ കിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ട് ഒന്നങ്ങ് വേവിച്ച് എടുക്കാവേ. അപ്പം നിങ്ങൾക്കിനി സാധാരണ ഓംലെറ്റിൽ ഉണ്ടാക്കാനാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഓംലെറ്റ് ഉണ്ടല്ലോ അതുപോലെ ഉണ്ടാക്കിയും നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാവേ. അതും ടേസ്റ്റാണ്. പക്ഷേങ്കിൽ ഇങ്ങനെ കുറച്ച് കട്ടിയോടെ മുട്ട കിട്ടുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ്. ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആ 4 മുട്ടയിൽ 5 ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കാം. കുറച്ചൊഴിച്ചാലും ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേക്കും വലിയൊരു പീസ് മുട്ട കഴിക്കുന്ന ആ ഒരു ഫീൽ കിട്ടും കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് മടക്കി നമുക്ക് എടുക്കാം. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൈസ് അല്ലെ ഷേപ്പ് ഒന്നും കിട്ടിയിട്ടില്ല, എങ്കിലും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ഒക്കെ മടക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഉൾഭാഗം വേവാതിരിക്കരുത് കേട്ടോ. അപ്പോൾ ഉൾഭാഗം ഒന്ന് വെന്തിരിക്കണം. അപ്പോൾ നമുക്കിങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കാവേ. ഇനി ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനൊരു 5 ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് ഞാൻ ഒരു ചട്ടിയുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ സാധാ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടാവുമേ. ഇനി അതിലേക്ക് ഒരു സവാള ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചോപ്പറിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ കുഞ്ഞായി അരിഞ്ഞത്, അല്ലാതെ എനിക്കിങ്ങനെ കുഞ്ഞായിട്ട് അരിയാനുള്ള കഴിവൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുത്ത് നമുക്കിനി നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുമല്ലോ, അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലോട്ടൊക്കെ എത്തിയാൽ മതി. അങ്ങ് ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടൊന്നും അങ്ങനെ അങ്ങ് ആവുകയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതെ, ഇതുപോലെ ഈ കളറൊക്കെ ഒന്ന് ആവുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതിയാവേ.
അപ്പം ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഈ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്തേക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഫ്ലെയിമൊക്കെ നന്നായിട്ട് കുറച്ചിട്ട് വേണം കേട്ടോ. പ്രത്യേകിച്ചും ചട്ടി അതിൻ്റെ പേരിൽ കരിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സുഖം ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുത്തിട്ട് ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നവരെയും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട് ഏകദേശം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒട്ടും കളയണ്ട, ആ മിക്സിയുടെ ജാറിനകത്തുള്ള എല്ലാം വടിച്ചങ്ങോട്ട് ഇട്ടോളൂ. അപ്പോൾ ദാണ്ട് എല്ലാം ഒന്ന് ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ശരിക്കും പറയാൻ നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്ന സവാള, തക്കാളി അങ്ങനെ ഒന്നിൻ്റെ പച്ചമണം ഒന്നും മാറാതെ ഡയറക്റ്റ് അരച്ചേക്കല്ലേ. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണേ. അപ്പം ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതാണ്ട് അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവം വരയ്ക്ക് ഒന്ന് വഴറ്റിയിട്ടേ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഒരുപാട് വെള്ളം ആദ്യം ഒഴിക്കരുത്. ഒരു 1/4 കപ്പോളം വെള്ളം ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണേ. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് കുറച്ച് വെള്ളത്തിൽ ഈ മസാല ഒന്ന് തിളപ്പിക്കുമ്പോഴേക്കും ഒട്ടും തന്നെ ആ ഒരു മസാലയുടെ ഒരു പച്ച ചുവ ഉണ്ടാവുകയില്ല കേട്ടോ. കറിയിൽ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൂടെ ഞാൻ പഠിച്ചതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് എണ്ണ തെളിഞ്ഞു വരുന്നവരെയും ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. ഇനി ഇപ്പോൾ ദാണ്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവിന് വേണ്ടിയിട്ടല്ല, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഒടിച്ച് ചേർത്ത് വെക്കുകയാണേ. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം വെള്ളം ചേർക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വേണം ചേർക്കാനേ. ഞാൻ ഒരധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം ജസ്റ്റ് ഒന്ന് അങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അതും ആ മിക്സിയുടെ ജാറിൽ തന്നെയാണ് ഞാൻ വെള്ളം ഒന്ന് ഒഴിച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പം വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ഇതുവരെയും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാവേ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ നമുക്കൊന്നങ്ങ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതാണ്ട് നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഓംലേറ്റുകളൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കാം. എല്ലാം ഞാനൊന്ന് ചേർത്തിട്ടിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് ആ മസാലയൊക്കെ നന്നായിട്ട് ആ മുട്ടയിലോട്ടൊക്കെ ഒന്ന് പിടിക്കണം. അപ്പം ചെറുതായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മതിയാവും. അതുവരെ അപ്പോഴേക്കും ഒന്ന് റെഡിയായി വരും കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നൊന്ന് വേവട്ടെ ഒരു 5 മിനിറ്റ്. ഇപ്പോൾ അതാണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. മുട്ടയിലോട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് നമ്മുടെ കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങാപ്പാൽ എടുക്കാൻ മടിയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേങ്കിൽ ഇത് ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഞാനും ഈ തേങ്ങാപ്പാൽ എടുക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. പക്ഷെ ടേസ്റ്റോടെ കഴിക്കണം എന്ന് കരുതിയിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒഴിച്ചെടുത്താൽ മതി. പിന്നെ ഒരുപാടിട്ടങ്ങ് തിളപ്പിക്കേ വേണ്ട കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട്. അപ്പോൾ കുറച്ച് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയോ ഇനിയിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതാണ്ട് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര
തിക്കാണ് കണ്ടോ. നമ്മൾ തേങ്ങയൊന്നും ചേർത്തിട്ടില്ലെങ്കിലും കറി നല്ല തിക്കാണ്, നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ചൂടോടെ തന്നെ ചോറിൻ്റെ കൂടെ അങ്ങോട്ട് ഒഴിച്ച് കഴിച്ചാലോ? എന്താ? അപ്പോൾ വായോ നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ചങ്ങോട്ട് കഴിക്കാം. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങളുടെ ആ സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും പറയണം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും